തൃശ്ശൂർ ഇപ്പോൾ സുനിലേട്ടൻ എന്ന് പറഞ്ഞ ആള് കുറച്ച് നേരത്തെ വർക്ക് തുടങ്ങി, നേരത്തെ തീരുമാനമായി. അത് കാരണം ഇവിടെ 100% സുനിലേട്ടനാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തർക്കത്തിൻ്റെ ഒടുവിലാണ് തീരുമാനിച്ച സ്ഥാനാർത്ഥിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ മുരളീധരന് നിൽക്കേണ്ടി വന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗതി കെട്ടിട്ട് ഒരു സ്ഥാനാർത്ഥി വെറും ഒരു MP എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചാൽ അവർ കൂടെ രക്ഷയില്ല എന്നറിയാം. അപ്പോൾ ജയിച്ച കേന്ദ്രമന്ത്രി അങ്ങനെയാണ് ഒരു ഓഫർ. അങ്ങനെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കേരളത്തിൽ എന്തായാലും നടക്കില്ല. ആളിവിടെ തൃശ്ശൂര് വർഗീയത കലക്കി കൂട്ടിക്കൊഴിച്ചതിന്റെ ഏറ്റവും വലിയ സ്ഥലമാണ് തൃശ്ശൂര്. അപ്പൊ തൃശ്ശൂര് എന്തായാലും ആൾക്ക് രക്ഷയില്ല. ഇവിടെ വേവില്ല എന്ന് മാത്രമല്ല, ആള് ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കും. അങ്ങനെ കൂടി ഉണ്ട്. അവസാനത്തേതായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ സുനിലേട്ടൻ എന്ന് പറഞ്ഞ ഒരു വേറെ വൈബാണ്. സുനിലേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂർക്കാരൊരു അഹങ്കാരം തന്നെ പറയാം. അങ്ങനെ അത്ര സ്നേഹം ആള് സാധാരണക്കാരിലേക്ക് ഇറങ്ങി തരുന്ന മനുഷ്യനല്ല. ഇപ്പൊ തൃശ്ശൂർ പൂരം വന്നാലും മറ്റുള്ളവരുമാരുന്നല്ല, ഒറ്റയ്ക്കല്ലേ കോവിഡ് സമയത്ത് ഒറ്റയ്ക്ക് ഈ മാർക്കറ്റിൽ വന്ന ആള് എന്ത് സ്കൂളായിട്ട് ആള് നടക്കണ്, സാധാരണക്കാരന്മാരല്ലേ നടക്കണ്. അതല്ലേ നമുക്ക് വേണ്ടത്. അടിപൊളിയാണ് ആളിപ്പോ മന്ത്രിയായിരുന്നപ്പോ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്ക് അത്ര ഫാൻസുകാരൻ ആൾക്ക് അല്ല. പിന്നെ തൃശ്ശൂരിലൊക്കെ ആനകൾക്കൊക്കെയാണ് ഫാൻസ് ഉള്ളത്, അതുപോലെ സുനിലേട്ടന് ഭയങ്കര ഫാൻസ് എന്ന് പറയാലോ. ഈ TN പ്രതാപനെ മാറ്റിയിട്ട് K മുരളീധരനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അല്ല അവര് രണ്ടുപേരും നിന്നിട്ട് ഇവിടെ എന്താ കാര്യം? പ്രതാപ് ഇവിടെ വന്നിട്ട് അന്നോട്ട് ചോദിച്ചു താറ്റ പറഞ്ഞു പോയതാ. പിന്നെ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടൊന്നുമില്ല. കാര്യം അപ്പോൾ സുനിലേട്ടൻ വരണം. സുനിലേട്ടൻ വരണം.